പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന ഇറാൻ പേരിട്ടിരിക്കുന്ന തങ്ങളുടെ വിപുലമായ മിസൈൽ ഡ്രോൺ ആക്രമണ പരമ്പരയിലൂടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ പൂർണ്ണമായും തങ്ങൾ നിഷ്പ്രഭമാക്കിയെന്നാണ് ടെഹ്റാനിൽ നിന്നുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം തന്നെ തങ്ങളുടെ നൂതന ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകൾക്കും ഇരയായെന്നും അതിനുള്ള കൃത്യമായ സാറ്റലൈറ്റ് തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നുമാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കുന്നത്. ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കുവൈറ്റ്, ബഹ്റൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന US വ്യോമനാവിക താവളങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിംഗ് അലി അൽ സലൈം എയർബേസ്, US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായ ബഹ്റൈനിലെ പോർട്ട് സൽമ, ഈസ എയർബേസ്, UAE-യിലെ അൽദാഫ എയർബേസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ താവളങ്ങളിലെ വിമാന ഹാങ്ങറുകൾ, ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, ഇന്ധന സംഭരണശാലകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമുകൾ എന്നിവ തങ്ങളുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞുവെന്നാണ് ഇറാന്റെ പക്ഷം. ഈ അവകാശവാദങ്ങളിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്ന് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലെ തന്ത്രപ്രധാനമായ US ഏർലി വാർണിംഗ് റഡാർ സംവിധാനം പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ളതാണ്. ഏകദേശം $1.1 ബില്യൺ വിലമതിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ റഡാറുകളിൽ ഒന്നാണിത്. ഇറാന്റെ അത്യാധുനിക ഖൈബർ, ഗോറം ഷഹർ 4 എന്നീ ബാലിസ്റ്റിക് മിസൈലുകളുടെ കൂട്ടാക്രമണത്തെ പ്രതിരോധിക്കാൻ ഈ അത്യാധുനിക റഡാറുകൾക്ക് കഴിഞ്ഞില്ലെന്നും ലക്ഷ്യം കൃത്യമായി ഭേദിച്ച മിസൈലുകൾ റഡാർ സംവിധാനത്തെ ഒന്നാകെ ചാരമാക്കിയെന്നും ഇറാൻ മാധ്യമങ്ങൾ ആവർത്തിക്കുന്നു. തങ്ങളുടെ വ്യോമാക്രമണത്തിന് ശേഷമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇതിന് അടിവരയിടുന്നു എന്നാണ് അവരുടെ വാദം. എന്നാൽ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയവും പെന്റഗണും ഗൾഫ് സഖ്യകക്ഷികളും ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടായ മിസൈൽ ഡ്രോൺ തരംഗങ്ങളെ തങ്ങളുടെ പാട്രിയറ്റ് താഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂരിഭാഗവും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി US സൈന്യം വ്യക്തമാക്കുന്നു. ഇറാന്റെ ആക്രമണങ്ങൾ താവളങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും തങ്ങളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെല്ലാം ഇപ്പോഴും പൂർണ്ണ സജ്ജമാണെന്നുമാണ് വാഷിംഗ്ടൺ നൽകുന്ന മറുപടി. എന്നിരുന്നാലും ഇറാന്റെ ഈ വൻതോതിലുള്ള ആക്രമണങ്ങൾ തടയുന്നതിനിടയിൽ ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. മിസൈലുകൾ ആകാശത്ത് വെച്ച് വെടിവെച്ചിടുമ്പോൾ അവയുടെ അവശിഷ്ടങ്ങൾ താവളങ്ങളിലും സമീപത്തുള്ള നഗരങ്ങളിലും പതിച്ച് ചെറിയ രീതിയിലുള്ള തീപിടുത്തങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. UAE-യിലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും ഫുജൈറ തുറമുഖത്തെ ഇന്ധന ടാങ്കുകൾക്കും മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കുവൈറ്റിലും ബഹ്റൈനിലും ജനവാസ മേഖലകളിൽ ഇത്തരം അവശിഷ്ടങ്ങൾ പതിച്ചതായി പ്രാദേശിക ഭരണകൂടങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരുപക്ഷവും തമ്മിലുള്ള ഈ പ്രസ്താവന യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ കൂടുതൽ സമ്മിശ്രമാണ്. സ്വതന്ത്ര ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിക്കുന്ന അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നത് US താവളങ്ങളിലെ ചില വിമാന ഹാങ്ങറുകൾക്കും ഇന്ധന സംഭരണശാലകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ US സൈനിക ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും തകർന്ന തരിപ്പണമായി എന്ന് പറയാൻ കഴിയില്ല. അമേരിക്കയുടെ പ്രതിരോധ നിരയെ മറികടന്ന് ചില മിസൈലുകൾ താവളങ്ങളുടെ അതിർത്തിക്കുള്ളിൽ പതിച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്ക് US-ന്റെ യുദ്ധശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സൈനിക സംഘർഷത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിലെ സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആരംഭിച്ചത്. ഇതിനിടയിൽ ഇരുപക്ഷവും ഒരു താൽക്കാലിക വെടിനിർത്തലിന് ശ്രമിച്ചുവെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതോടെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയായിരുന്നു. ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ഡ്രോൺ സംഭരണശാലകൾക്കും റഡാർ കേന്ദ്രങ്ങൾക്കും നേരെ ശക്തമായ പ്രത്യാക്രമണത്തിന് ഉത്തരവിട്ടു. ഇതിന് പകരമായാണ് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US താവളങ്ങളിലേക്ക് വീണ്ടും മിസൈലുകൾ തൊടുത്തുവിട്ടത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന ഇറാൻ മാധ്യമത്തിന്റെ പ്രചാരണങ്ങൾ അതിശയോക്തി കലർന്നതാണെങ്കിലും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന മുന്നറിയിപ്പ് നൽകാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. വൻതോതിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഒരേ സമയം പ്രയോഗിക്കുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് കഴിയുന്നു എന്ന ഭീതിതമായ യാഥാർത്ഥ്യമാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കാണിച്ചു തരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ വെച്ച് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും
താവളങ്ങൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്.